സാർ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ മീരയെ കാത്തു നിന്നതാ. എന്താ സർ? ചില കാര്യങ്ങൾ എനിക്ക് മീരയോട് സംസാരിക്കാനുണ്ടായിരുന്നു. സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരായിരുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്യായിരുന്നല്ലോ. ഇങ്ങനെ വഴി കാത്തു നിന്ന് സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് മീര, ഐ എം സോറി. എനിക്കിങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു ഫലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നോ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. അങ്ങനെയൊന്നും സംസാരിച്ച ശീലവുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു അവസ്ഥയില ഞാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, മീരയുടെ വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എങ്ങനെ സംസാരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് മീരയെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഒഫീഷ്യലായ ഒരു കാര്യമാണെങ്കിൽ അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ ആണെങ്കിലും അതെടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും എത്ര പേരോട് സംസാരിക്കാനും എനിക്കൊരു മടിയുമില്ല. പക്ഷേ സ്വന്തം കാര്യത്തിൽ എനിക്കതിന് പറ്റുന്നില്ല. ഓക്കെ സാർ, സാറിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതിപ്പോൾ മീരയുടെ അച്ഛനും അമ്മാവനും വീട്ടിൽ വന്നതും അമ്മയെ കണ്ടതും മീരയ്ക്കറിയാമല്ലോ. അറിയാം സർ. ആ സമയത്ത് അമ്മ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്നു. അതാരോ ഫോൺ വിളിച്ച് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതാ. എനിക്ക് അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് ആലോചന മാറ്റിവെക്കാൻ പറഞ്ഞെന്നാ അച്ഛൻ പറഞ്ഞത്. അത് തന്നെയല്ലേ മാഡവും പറഞ്ഞത്? അതെ. അതില് തെറ്റിദ്ധാരണയൊന്നുമില്ല. എനിക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. അത് ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുവാ. അതിപ്പോൾ മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അത് ഡോക്ടർ പറയുന്നല്ലാതെ മറ്റൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ മാഡത്തിന് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയല്ല മീര. ഒരു അസുഖത്തിൻ്റെ പേരിൽ മീരയെ വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. വിവാഹ ജീവിതത്തോട് ഒരു താല്പര്യമില്ലാതിരുന്ന എൻ്റെ മനസ്സിലേക്ക് മീരയെ വിവാഹം കഴിക്കാവുന്നൊരു ചിന്ത വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. താനുമൊത്തൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി. പെട്ടെന്നത് മാറ്റണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല. എൻ്റെ അവസ്ഥ ഞാൻ സാറിനോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതിനു മുമ്പ് എനിക്കൊരു ആലോചന വന്നപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഞാൻ ഇപ്പോഴും. പിന്നെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ എതിരൊന്നും പറയാതിരുന്നതും. ശരിയാണ്. മീരയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ആലോചന മുടങ്ങിയ പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല. ഒരിക്കൽ എൻ്റെ ഭാര്യയായി മീരെ ഞാൻ സങ്കല്പിച്ചു പോയി. ഇനി എനിക്കത് മാറ്റാൻ പറ്റില്ല. എൻ്റെ അമ്മ എതിർത്താലും എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. മീരയെ മറക്കാനോ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനോ എനിക്ക് കഴിയില്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല സർ. മീര, വിവാഹം കഴിക്കേണ്ടത് നമ്മളാ, ഒന്നിച്ച് ജീവിക്കേണ്ടതും നമ്മളാ. അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മൾ മാത്രമല്ലേ? അല്ല, എൻ്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ അച്ഛനാ. എന്നാലും എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അച്ഛൻ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ എന്നെക്കാൾ നന്നായിട്ട് അച്ഛന് സാധിക്കും. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ചെയ്തു തരുന്നതാണ് അച്ഛൻ്റെ സന്തോഷവും. അതുകൊണ്ട് സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് അച്ഛനോട് പറയുന്നത് നല്ലത്. മീരയുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. പക്ഷേ താൻ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. നമ്മളൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ആരും എതിർക്കില്ല. കാരണം ഇത് വീട്ടുകാരായിട്ട് ആലോചിച്ച വിവാഹമാണ്. അതിനുശേഷമാണ് നമ്മുടെ മനസ്സിൽ അത്തരമൊരു ചിന്ത വളർന്നതെന്നും അവരെ ബോധ്യപ്പെടുത്താനും വിവാഹത്തിന് സമ്മതിപ്പിക്കാനും പറ്റും. അതാണ് ഞാനിതെല്ലാം തന്നോട് പറയുന്നത്. എല്ലാം തൻ്റെ കയ്യിലാണ് മീര. സർ, ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മാറ്റി പറയാനായിട്ടൊന്നുമില്ല. സർ എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് സംസാരിച്ചോളൂ. നട അടയ്ക്കുന്നതിന് മുമ്പ് ഞാനിത് പോയി തൊഴുതിട്ട് വരട്ടെ. ശരി, ഇനി തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. താൻ വയ്ക്കോളൂ. ഞാൻ മീരയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാം. അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ശരി സർ.